കണ്ണൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പി.എ. വി.കെ. മനോജ് ബി.ജെ.പിയിൽ ചേർന്നു. എൻ.ഡി.എ സ്ഥാനാർത്ഥി സി. രഘുനാഥിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നേരത്തെ തന്നെ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഞാൻ ബി.ജെ.പിയിലേക്ക് പോകും. അപ്പോൾ അതിന് സൂചനയായിട്ടാണോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പി.എ. തന്നെ ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്നത്? സിജു, കെ സുധാകരൻ്റെ KPCC അധ്യക്ഷനും കണ്ണൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ്റെ വിശ്വസ്തനാണ് വി.കെ. മനോജ്. വി.കെ. മനോജ് കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിയാണ്. അല്പസമയം മുമ്പാണ് ഈ വി.കെ. മനോജ്, കെ സുധാകരൻ്റെ പി.എ. ആയ വി.കെ. സനോജ് കണ്ണൂരിൽ ബി.ജെ.പി ഓഫീസിൽ വെച്ച്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് അംഗത്വം സ്വീകരിച്ചത്. കണ്ണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി. രഘുനാഥിൽ നിന്നാണ് ഈ കെ സുധാകരൻ്റെ പി.എ. അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ഈ കെ സുധാകരൻ്റെ വിശ്വസ്തനായ പി.എ. വി.കെ. മനോജ് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. സിജു, സന്തോഷ്, ഈ മനോജ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ നിലവിൽ എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? ഈ സുധാകരനൊപ്പം എത്ര നാളായി ഈ മനോജ് പ്രവർത്തിച്ചു വരികയായിരുന്നു? തീർച്ചയായും കെ സുധാകരൻ്റെ വിശ്വസ്തനാണ്. സുധാകരനോടൊപ്പം ദീർഘകാലമായി സുധാകരൻ്റെ അടുത്ത അനുയായിയായി പി.എ. ആയി പ്രവർത്തിച്ചു വരുന്നയാളാണ് വി.കെ. മനോജ്. മാത്രമല്ല, പള്ളിക്കുന്നിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും പ്രാദേശികമായിട്ടുള്ള നേതാവും കൂടിയായിരുന്നു. അത്തരത്തിൽ കെ സുധാകരൻ്റെ അടുത്ത അനുയായിയും വിശ്വസ്തനും പള്ളിക്കുന്നിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവുമായ വി.കെ. മനോജാണ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. കണ്ണൂരിൽ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ബി.ജെ.പിയിൽ നിന്നും ഈ സുധാകരൻ്റെ പി.എ. അംഗത്വം സ്വീകരിച്ചത്. അത് അംഗത്വം നൽകിയതാകട്ടെ കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് ബി.ജെ.പിയിലെത്തി കണ്ണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മാറിയ സി. രഘുനാഥാണ് അംഗത്വം നൽകിയത്. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വി.കെ. മനോജ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. സിജു, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.